ജീവിതം ധന്യമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ഏറ്റവും എളുപ്പമാർഗം സേവനമാണ്. ഈശ്വരനെ ആരാധിച്ച് ചാരിതാർത്ഥ്യരാകാൻ ആഗ്രഹിക്കുന്നവർക്ക് സേവനം അനുപേക്ഷണീയമാണ്. ഭാഗവതത്തിൽ ഭഗവാൻ കപിലവാസുദേവൻ ഭക്തിയോഗം വർണ്ണിക്കുന്നിടത്ത് സേവനത്തിൻ്റെ തത്വം വെളിപ്പെടുത്തുന്നുണ്ട്. സർവചരാചരങ്ങളിലും ആത്മാവായി കുടികൊള്ളുന്നത് ഭഗവാനാണ്. അതുകൊണ്ട് ഭക്തി എന്നാൽ സകല ചരാചരങ്ങളെയും സേവിക്കലാണ്. ഈ തത്വം ഉദ്ഘോഷിച്ചുകൊണ്ട് ഭഗവാൻ ഭാഗവതത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്: സർവ്വതിലും കുടികൊള്ളുന്ന എന്നെ അവഗണിച്ച് അർച്ചനാബിംബങ്ങളിൽ എന്നെ ആരാധിക്കുന്നവർ ചെയ്യുന്നത് ആരാധനയല്ല. തീ കെട്ടടങ്ങി ചാരം മാത്രം അവശേഷിക്കുന്ന ഹോമകുണ്ഡത്തിൽ ആഹുതി ചെയ്യും പോലെ നിഷ്പ്രയോജനമാണ് അത്തരം ആരാധന. സൂര്യദേവൻ സ്വകിരണങ്ങളാൽ ഭൂമിക്ക് ഉപകാരം ചെയ്യുന്നു. ചന്ദ്രൻ്റെ ശീതകിരണങ്ങൾ നമുക്ക് കുളിരേകുന്നു, ഔഷധികളെ പോഷിപ്പിക്കുന്നു. വായു എങ്ങും വീശിയും നദി ശുദ്ധജലം ഒഴുക്കിയും പരോപകാര കർമ്മം നിർവഹിക്കുന്നു. ഈ ലോകത്തിൻ്റെ ഒരു അംശമായ മനുഷ്യനും ഇതേ സേവനാദർശം പിന്തുടർന്ന് പ്രപഞ്ചതാളം സംരക്ഷിക്കണമെന്ന് ആചാര്യന്മാർ പറയുന്നു. ഇനി ഗുരുവചനം കേൾക്കാം. നിന്നുള്ളിൽ സത്തുണ്ടെങ്കിൽ ചുറ്റുപാടുകൾ എത്ര എതിരാകുന്നുവോ അത്രയ്ക്കും ആ ശക്തി വികസിക്കുമെന്നുള്ളത് ഒരു നിത്യസത്യമാണ്. സ്വാമി വിവേകാനന്ദൻ. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ശിവ അപരാധ ക്ഷമാപണ സ്തോത്രം ചൊല്ലുന്നത് കേൾക്കാം. പ്രൗഢോഹം യൗവനസ്ഥോ വിഷയ വിഷധരൈഃ പഞ്ചഭിർമർമ്മസന്ധൗ ദഷ്ടോ നഷ്ടോ വിവേകഃ സുതധനയുവതി സ്വാദു സൗഖ്യേ നിഷണ്ണഃ ശൈവീ ചിന്താവിഹീനം മമ ഹൃദയമഹോ മാനഗർവാധിരൂഢം ക്ഷന്തവ്യോ മേ പരാധ ശിവ 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 ഭോഃ ശ്രീമഹാദേവ ശംഭോ പ്രൗഢോഹം യൗവനസ്ഥോ വിഷയ വിഷധരൈഃ പഞ്ചഭിർമർമ്മസന്ധൗ ദഷ്ടോ നഷ്ടോ വിവേകഃ സുതധനയുവതി സ്വാദു സൗഖ്യേ നിഷണ്ണഃ ശൈവീ ചിന്താവിഹീനം മമ ഹൃദയമഹോ മാനഗർവാധിരൂഢം ക്ഷന്തവ്യോ മേ പരാധ ശിവ 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 ഭോഃ ശ്രീമഹാദേവ ശംഭോ